ഏവർക്കും സ്പോട്ടോപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിനെ കുറിച്ചാണ്. ആർക്കെതിരെയാണ് മത്സരം? നാളെ ഡൂറന്റ് കപ്പില് മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് അവര് മത്സരിക്കാൻ ഇറങ്ങുന്നത്. മുംബൈ സിറ്റി എഫ് സി ഇത്ര വലിയ കരുത്തരായിട്ടുള്ള എതിരാളികളൊന്നും അല്ല എന്നുള്ളതാണ് നമുക്ക് അവരുടെ സ്ക്വാഡ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അവരുടെ റിസർവ് താരങ്ങളെയാണ് മുംബൈ സിറ്റി എഫ് സി ഡൂറന്റ് കപ്പിന് അയക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടെ മുൻനിര ടീമിനെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോ നമുക്ക് നേരെ ലൈനപ്പിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പൊ പ്രീ സീസണിൽ മിക്കായൽ സ്റ്റാർ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് 3-4-3 ഫോർമേഷനും അതുപോലെ തന്നെ 4-1-2-3 ഫോർമേഷനും 4-2-3-1 ഫോർമേഷനൊക്കെ ആയിരുന്നു. അപ്പോ സ്പോട്ടോപ്പിക്ക് തോന്നുന്നത് നിലവിലെ സ്ക്വാഡ് അനുസരിച്ച് ഒരു 4-2-3-1 ഫോർമേഷൻ തന്നെ പരീക്ഷിക്കാനാണ് സാധ്യത. ഇപ്പൊ 3-4-3 വരുമ്പോൾ നമുക്ക് പേസി ആയിട്ടുള്ള ഒരു ഡിഫൻഡറൊക്കെ ആവശ്യമുണ്ട്. കാരണം ഒന്നും കൂടി എതിർ ഭാഗത്തിന്റെ അറ്റാക്കിങ്ങൾ കൂടുമ്പോൾ നമുക്ക് അവിടെ പേസി ആയിട്ടുള്ള ഒരു വിങ്ങറും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു സെന്റർ ബാക്കിനെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമില് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു സാധ്യതയ്ക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമുക്ക് ഇനി 4-2-3-1 ഫോർമേഷനിൽ ആരൊക്കെ ലൈനപ്പിലേക്ക് വരും, എന്തായിരിക്കും ലൈനപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഗോൾ കീപ്പിംഗ് സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോറ ഫെർണാണ്ടസ് തന്നെയായിരിക്കും ഗോൾ കീപ്പിംഗ് സെക്ഷൻ നോക്കാൻ പോകുന്നത്. അടുത്തത് ഡിഫൻഡേഴ്സിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുമാരായിട്ട് നമുക്ക് മിലോസ് ഡെൻസിച്ചിനെയും ഹോർമിപ്പാമിനെ തന്നെയായിരിക്കും കാണാൻ കഴിയുക. അലക്സാണ്ടർ കൊയ്ഫ് അടുത്ത മത്സരത്തിലേക്ക് ആയിരിക്കും ഇറങ്ങാൻ സാധ്യത. ഇനി ലെഫ്റ്റ് ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് നവോച്ച് ഉണ്ട്, ഐബൻ ഉണ്ട്, സഹീഫ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേടിയ സഹീഫ് തന്നെ മിക്കായൽ സ്റ്റാറെ പരീക്ഷിക്കാനായിരിക്കും സാധ്യത. അതുകൊണ്ട് സഹീഫ് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വരും. റൈറ്റ് ബാക്ക് ആയിട്ട് സന്ദീപ് സിംഗ് ആയിരിക്കും സാധ്യത. ചിലപ്പോ ഐബനെ റൈറ്റ് ബാക്ക് ആയിട്ട് പരീക്ഷിക്കാനും മിക്കായൽ സ്റ്റാറെ നോക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന്റെ കേസിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അഷറും അതുപോലെ തന്നെ ഫ്രെഡിയാണ്. മെയ്ത്തായി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിപിന് അമ്മ മരിച്ചതിന് കാരണം സ്ക്വാഡിൽ ഇപ്പോ ഉൾപ്പെട്ടിട്ടില്ല. അടുത്ത മത്സരത്തോടെ വിപിൻ വരും എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ വാർത്തകളൊക്കെ നമുക്ക് വരും ന്യൂസുകൾ നമുക്ക് പറയാം. അടുത്തത് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് സെന്റർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ഒരു നമ്പർ 10 റോളിൽ അഡ്രിയാൻ ലൂണ വരും. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങർ ആയിട്ട് രാഹുൽ കെപിയും ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് നോവ സദോയും ഉണ്ടാവും എന്നതാണ്. അടുത്ത് സെന്റർ ഫോർവേഡ് ആയിട്ട് നമുക്ക് പെപ്പർ തന്നെ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ഇനി നമുക്ക് ദിമി പോയതിനു ശേഷം നമ്മുടെ അറ്റാക്കിംഗ് സൈഡില് വലിയ ഒരു സൈനികളൊന്നും നടന്നിട്ടില്ല. അപ്പോ ഏകദേശം ഒരു റൊമേനിയൻ സ്ട്രൈക്കറൊക്കെ ആയിട്ട് ഡീലി വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥയൊക്കെ ആയിട്ട് സ്പോട്ടോപ്പിയ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായിരിക്കും, ആരൊക്കെ ആയിരിക്കും ലൈനപ്പിലേക്ക് വരിക എന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കെ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും മൈൻഡിൽ വെച്ചേക്കെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും